അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. റെനീഷ ഇന്നലെ തോറ്റുപോയ 20 പേരുമായി സ്റ്റേജിലേക്ക് വരുന്നു. അവർക്കാണെന്നുണ്ടെങ്കിൽ അത്യധികം സന്തോഷവും അതിനനുസരിച്ചുള്ള എനർജിയുമാണ് അവിടെ ഉള്ളത്. സ്റ്റേജ് ഇളക്കി മറിക്കാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ടെന്ന് തന്നെ പറയാം. കാരണം രണ്ടാമതൊരു ചാൻസ് കിട്ടിയ ഒരു പുതുജീവൻ പോലെയാണ് അവരത് കൊണ്ടാടുന്നത്. നമ്മളെല്ലാവരും പ്രൊമോയിൽ കണ്ടതുപോലെ പൂജ, ഇന്നലത്തെ പൂജയെ ഒരു ഇൻജസ്റ്റിസിൻ്റെ കാര്യത്തിൽ വെളിയിലെടുത്തിടുന്നതാണ്. പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ ജഡ്ജസ് അവരെ അവിടെ അടിച്ചിരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇന്നലെ തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. ഇന്നലെ ഇവരോട് ചോദിച്ച സമയത്ത് ഇവരെല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് മുന്നോട്ട് പോയത്. ആ സമയത്ത് ഈ കുട്ടിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുത്തിട്ട് ആ ഒരു വിഷയം അവിടെ തീർക്കുകയാണ് ചെയ്തത്. ഇനി നേരെ അടുത്തതായിട്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ ടീം ഡിവൈഡ് ചെയ്ത് 3 പേർക്കും 3 ടീമായി കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം വരുന്നത് രഞ്ജിനിയുടെ ടീമാണ്. ഇതിൽ ഗെയിം കളിക്കാനായിട്ട് അല്ലെങ്കിൽ ടാസ്കുകൾ ചെയ്യാനായിട്ട് ആദ്യം രഞ്ജിനിയുടെ ടീം വരുന്നു. രഞ്ജിനിയുടെ ടീമിൽ നിന്നും 2 വിജയികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് ആദ്യം എന്താണ് ടാസ്ക് എന്ന് പറയാം. കട്ടക്കൂടാരം എന്നാണ് ഈ ടാസ്കിൻ്റെ പേര് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് കുറേ സ്പോഞ്ച് കട്ടകളുണ്ട്. ഇത് ഏറ്റവും ഹൈറ്റിലേക്ക് അടുക്കി വയ്ക്കുന്ന ആളാണ് വിജയ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് അടുക്കി വെച്ചുവെങ്കിലും അവസാനം ആ ബസ്സ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ആകെ 2-3 പേരാണ് അടുക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഫൈനലിസ്റ്റായിട്ട് വരുന്ന ഈ 3 പേരിൽ നിന്നും ഇവർ ചൂസ് ചെയ്ത ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഷിജുലാലാണ്. ഷിജുലാൽ വയനാട്. അപ്പോൾ ഈ പുള്ളിക്കാരനെ ഏറ്റവും ഹൈറ്റിലേക്ക് വെച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് രാകേഷ് അടുക്കി വെച്ചുവെങ്കിലും തട്ടി തൊട്ടടുത്തുള്ള ആളുടെയും കൂടെ പോവുകയാണ് ചെയ്തത്. പക്ഷെ അത് സ്ട്രാറ്റജിക്കൽ ഒരു മൂവായിട്ട് കൺസിഡർ ചെയ്തിട്ട് രാകേഷിന് കൊടുക്കുകയാണ് ചെയ്തവർ. സത്യം പറഞ്ഞാൽ രാകേഷ് പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് നടത്തിയതെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനൊരു സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ രാകേഷ് തന്നെ അതിനെ അത് ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ചെയ്തതാണ് എന്ന് മുന്നോട്ട് വന്ന് പറയാൻ രാകേഷിന് കഴിയുമായിരുന്നു. അറിയാതെ കൈതട്ടിപ്പോയി, അതൊരു സ്ട്രാറ്റജിക്കൽ മൂവായി മാറി, അതിനൊരു ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് രാകേഷിൻ്റെ ക്യാരക്ടർ കണ്ടതുകൊണ്ട് മാത്രം കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല അതിൽ സ്ട്രാറ്റജി മൂവുകളൊന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാം. രണ്ടാമത്തെ ഗെയിമിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഞാനൊരു പേരിടുകയാണ് ചിലമ്പാട്ടം. അതായത് കുറേ സ്റ്റിക്കുകൾ വെച്ചിട്ട് എല്ലാവരും വട്ടത്തിൽ ഇങ്ങനെ നിന്ന് ചാടുകയാണ് ചെണ്ട കൊട്ടുന്ന സമയത്ത്. ഈ ചെണ്ടയുടെ സൗണ്ട് എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ ലെഫ്റ്റിലേക്ക് മാറുക. അപ്പോൾ ലെഫ്റ്റിലുള്ള ആളുടെ വടി പിടിക്കണം. ആ സമയത്ത് നമ്മുടെ വടി വേറൊരാൾ പിടിക്കും. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ പിടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഇത്രയും സിമ്പിളാണ് ഈ ഗെയിം. ഇതിൽ നമുക്ക് മറ്റൊരാളെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഗെയിമിൻ്റെ അവസാന റൗണ്ടിൽ 2 പേരാണ് വന്നത്. ഒന്ന് ജെറ്റി പി തോമസും അതുപോലെ തന്നെ ടാഷിയും. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ ജെറ്റി ആ വടി അവിടേക്കിട്ട് ടാഷിയുടെ വടി ക്യാച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്ട്രാറ്റജിക്കൽ പ്രകാരം ജെറ്റിയാണ് ഇവിടെ ജയിച്ചതെങ്കിലും ടാഷിക്കാണ് അവർ ഫസ്റ്റ് പ്ലേസ് കൊടുത്തത്. കാരണം ജെറ്റിയുടെ വടി അവിടെ നിലത്ത് മുട്ടിയിട്ടില്ല എന്നാണ് അവരതിനുള്ള റീസൺ പറഞ്ഞത്. പക്ഷേ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ ഒരാൾക്കൊന്ന് കൊടുക്കുന്നുണ്ട്, ആദ്യത്തെ ടാസ്കിൽ ഒരെണ്ണം കൊടുത്ത സ്ഥിതിക്ക് ഈ ടാസ്കിലും വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനിടയിൽ രണ്ടാമതൊരു ഗെയിം കളിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു ഒപ്പീനിയൻ അവിടെ വരികയും അഖിൽ മാരാർ അതിനെ തടുക്കുകയും ചെയ്തു. കാരണം രണ്ടാമത് കളിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. എല്ലാപ്പോഴും രണ്ടാമതൊരു ചാൻസ് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ രണ്ടാമത് കളിക്കേണ്ട ആവശ്യമില്ല എന്ന് അഖിൽ മാരാർ പറയുകയും അപ്പോൾ തന്നെ ജെറ്റി പി തോമസ് അതിനെ അനുകൂലിക്കുകയും ചെയ്തു. പക്ഷെ ജെറ്റിക്ക് അറിയില്ലായിരുന്നു ഇതിൽ ഔട്ടായിരിക്കുന്നത് ജെറ്റിയാണോ, മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് രഞ്ജിനി എടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നീ അംഗീകരിച്ച സ്ഥിതിക്ക് എന്നാൽ പിന്നെ ടാഷിക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്ലേസ് വരുന്നത്, ഇനിയിപ്പോൾ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിൻ്റെ വടി തലത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ അവിടെ അങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഇന്ന് എന്താണെന്ന് പറഞ്ഞില്ല, രഞ്ജിനിക്ക് വളരെ ദേഷ്യം കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് എന്തിൻ്റെ റീസൺ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന എനിക്കൊരു ഫീൽ ചെയ്തു രഞ്ജിനിയുടെ കേസിൽ. ഇപ്പോൾ നാളെ 40 പേര് വരുമ്പോൾ ഇതിനേക്കാളും മോശമാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. സോ അങ്ങനെ 2 പേരെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 2 പേരെ കിട്ടിയിട്ടില്ല.
ഇപ്രാവശ്യം ഒരാളെയാണ് കിട്ടിയത്, ടാഷിയാണ് കിട്ടിയത്. അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ബോൾ കൊടുത്തിട്ട് കുറേ പേപ്പർ അവിടെ വിരിച്ചിട്ടുണ്ട്, ഓരോ കളറും ഓരോരുത്തരുടെ കൈ കൊടുത്തിട്ടുണ്ട്. സോ അതാത് കളറ് ഇവര് ബ്ലോ ചെയ്തിട്ട് ആ ബോളിലിടുക. ഏറ്റവും കൂടുതൽ ഇടുന്നവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ഇടും. ഈ ടാസ്കിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു ലോലീറ്റയ്ക്കാണ് ഇത് കിട്ടിയത്. പുള്ളിക്കാരി 26 പീസുകളാണ് അതിലേക്ക് കൊണ്ട് ബ്ലോ ചെയ്തിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രാറ്റജിക്കൽ മൂവിന്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, സ്ട്രാറ്റജിക്കൽ മൂവിന് അത് ഊതിക്കളയുകയാണ് ചെയ്തത്. അപ്പോൾ സ്ട്രാറ്റജിക്കൽ മൂവിന് ശ്യാം ഷാജി അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗെയിമിലും സ്ട്രാറ്റജിയുടെ പേരിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ജെറ്റി പി തോമസിനോട് ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ടത് കിട്ടിയില്ല, അവർക്കൊരു നഷ്ടമായി എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ നമുക്ക് രാകേഷിൻ്റെ കേസിൽ ക്യാരക്ടർ വെച്ച് മാത്രമാണ് അവർ കൊടുത്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാകേഷ് ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്കലായിട്ട് അത് തട്ടിയിട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ അതിനെ സ്ട്രാറ്റജി എന്ന് വിളിച്ച് ഒരു പെൻഡന്റ് കൊടുക്കേണ്ട ഒരാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഗെയിമിൻ്റെ വിന്നേഴ്സിൻ്റെ കേസ്. 6 പേര് ഔട്ട് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഇൻജസ്റ്റിസ് ചോദ്യം ചെയ്ത നമ്മുടെ പൂജ ജെ ആണ് ആദ്യം പോയി അവിടെ ഇരിക്കുന്നത്. പിന്നെ നന്ദകിഷോർ, ഷാമൻ ഷാജോൺ, റിജോ ജോൺസൺ, അഫിയാനസ്, നിതിൻ ദാസ്, ഇത്രയും ആളുകളാണ് ഇന്ന് ഔട്ട് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ 6 പേര് ഔട്ട് ഹൗസിലും 5 പേര് ഇൻഫിനിറ്റി പെൻഡന്റ് വിജയികളും ബാക്കിയുള്ളവരെല്ലാം സേഫ് സോണിലുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. ഇനി ബാക്കി നാളെ 40 പേരുമായിട്ടാണ് വരുന്നതെന്നാണ് കാണുന്നത്. 20 പേരെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഈ ജഡ്ജസ് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് രഞ്ജനിക്കൊന്നും ഒരു ക്ഷമയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ചില കേസിൽ. അപ്പം നാളെ 40 പേര് വരുമ്പോൾ ഇവർ മിക്കവാറും എണീറ്റ് ഓടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. താങ്ക് യു.